അൺബിലീവബിൾ വിജയം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് അവരൊരു ചങ്കൂരം കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പടങ്ങളാണ് ഇറങ്ങേണ്ടത്. കാണുന്നത് അതുപോലെ സിമ്പിളായിട്ടുള്ള കഥ, പക്ഷെ കണ്ടിരിക്കുക ആദ്യം തൊട്ട് അവസാനം വരെ നമുക്കൊരു രക്ഷയില്ല. അതുപോലെ നമ്മൾ ജിത്തു സാറിനും അതുപോലെ ടീമിനും എല്ലാവർക്കും നമ്മളൊരു ഹാറ്റ്സ് ഓഫ്. അനതൊരു ദൃശ്യം അമേസിങ്. ലാലേട്ടന്റെ മാസൊന്നും ഇല്ലാത്ത ആ ഒരു പ്രകടനത്തെ പറ്റി എന്താ തോന്നിയത്? ഒരു ലാലേട്ടൻ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാലേട്ടൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ഒരു ലാലേട്ടൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമയായിട്ട് നമ്മൾ പറയാം. ക്ലൈമാക്സ് നമ്മളൊന്ന് ഇരുത്തി ഒന്ന് ചിന്തിപ്പിക്കും. ഇത്രയും അതിജീവനമാർ ഒത്തിരി പേരുണ്ട്, ഇവർക്ക് നീതി കിട്ടണം. അതാണ് ഈ ഒരു സിനിമ പറയുന്നത്. നീതി ലഭിക്കണം, അതിജീവിതന്മാർക്ക് നീതി ലഭിക്കണം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റിയപ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേര് വന്ന് ഇപ്പൊ തന്നെ പറഞ്ഞു സിനിമ ഭയങ്കരമായിട്ട് കണക്ട് ആയി, ഇമോഷണലായിട്ട് എല്ലാവർക്കും. അല്ലെങ്കിൽ സാറ് പറഞ്ഞ പോലെ തന്നെ ആ ഒരു ജോണർ എല്ലാവർക്കും കണക്ട് ആയി എന്ന് തോന്നുന്നു. ഓക്കെ, ഒരു ഡയലോഗുണ്ട്, ഐ എം ഹാപ്പി ദാറ്റ് യു ആർ ബാക്ക് എന്ന് പറഞ്ഞിട്ട് ലാലേട്ടനെ നോക്കി. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ പറയാൻ തോന്നുന്നു, വി ആർ ഹാപ്പി ദാറ്റ് യു ആർ ബാക്ക് എന്ന് പറയുന്ന പോലെ. പക്ഷേ അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. നല്ല കഥാപാത്രങ്ങളും നല്ല സ്ക്രിപ്റ്റും ഉണ്ടെങ്കിൽ ലാലേട്ടൻ പൊളിക്കുമെന്നുള്ളതിന് ഒരു എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. നല്ല കഥാപാത്രങ്ങൾ, നല്ല സംവിധായകർ, ജിത്തു ജോസഫിനെ പോലുള്ള നല്ല സംവിധായകരും നല്ല കഥാപാത്രങ്ങളും ലാലേട്ടനെ തേടി വരട്ടെ. ലാലേട്ടൻ വരുമ്പോൾ അതൊക്കെ തോന്നി വന്നപ്പോൾ അതെല്ലാം കിട്ടിയ ഒരു പടത്തിൽ നിന്ന്. ജിത്തു ജോസഫ് വേറെ ലെവലാണ്. എനിക്കറിയത്തില്ല പുള്ളി എന്താണ് വേറെ ലാംഗ്വേജസിൽ പോയി പടങ്ങൾ ചെയ്യാത്തതെന്ന്. കൃത്യമായിട്ട് പറഞ്ഞു വന്ന ഒരു സബ്ജക്റ്റാണ് നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടം. അതിജീവിതമാർക്ക് നീതി ലഭിക്കുന്നവരെ, ഇനിയുള്ള കേസുകളാണെങ്കിലും ഇത്രയും ഒരു പ്രതിവാദത്തോടുകൂടി നീതി ലഭിക്കുന്നവരെ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ഈ സിനിമയിൽ നിന്ന് മനസ്സിലായത്. രണ്ടാം ദൃശ്യം എഫക്റ്റ് വരുമെന്നുണ്ടോ? തീർച്ചയായും. പുറത്തേക്ക് കോൺഫിഡൻസ് നൽകുന്ന സിനിമയായിരുന്നു. അത് നല്ല സന്ദേശം നൽകുന്ന സിനിമയാണ്. നന്നായിട്ട് മോഹൻലാലിന്റെ നല്ല ഫിലിമാണ്. എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഓക്കെ, ലാലേട്ടന്റെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇമോഷണൽ. ഒരു നിസ്സഹായത, ലാലേട്ടന്റെ നിസ്സഹായത ആണോ ഭയങ്കര നമുക്കുള്ളൊരു സങ്കടമല്ലേ, അത് നന്നായിട്ട് ഫീൽ ചെയ്തു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. കോടതി മുറികൾ പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന സിനിമയാണ്, നേരെന്നുള്ള ഒരു ഡൗട്ടും ഇല്ല. കുടുംബ പ്രേക്ഷകർ മസ്റ്റായിട്ട് കാണും. ഈ രാജ്യത്ത് നീതി കിട്ടാതെ ഇപ്പോഴും കോടതിയുടെ പുറകെ നടക്കുന്ന ഇരകൾക്ക് വേണ്ടി ആണ് നമ്മൾ ഈ സിനിമ സമർപ്പിക്കുന്നത്. കുടുംബ പ്രേക്ഷകർ മസ്റ്റായിട്ട് കാണാം. ഏത് സാധാരണക്കാരൻ്റെ അവസാനത്തെ അത്താണിയാണ് കോടതി എന്ന് സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. തെളിവുകളുണ്ടെങ്കിലും മുകളിൽ ഒരാളുണ്ട്, അത് കോടതിക്ക് സമ്മാനമാണെന്ന് സിനിമ പറഞ്ഞു വെക്കുന്നത്. സൂപ്പർ പടം, തിയേറ്റർ വാച്ചബിൾ തന്നെയാണ്. ഫീൽ ചെയ്തു. പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്സ് ഒക്കെ അടിപൊളിയാണ്. എല്ലാവരും അഭിനയിച്ച എല്ലാവരും നന്നായിട്ടുണ്ട്. നല്ലൊരു മൂവി എന്ന് പറയാം. എന്തായാലും ഫ്ലോപ്പാവില്ല. പീഡിപ്പിക്കപ്പെടുന്ന ഇരകളും മുഖം മൂടുന്ന ആ ഒരു സമ്പ്രദായത്തിന് മാറ്റം വരുന്നു. സമൂഹത്തിന് ഇപ്പോൾ ഒരു സിനിമ കൊണ്ട് എന്താണെന്ന് നമ്മൾ ലാസ്റ്റിൻ്റെ പോലെ എന്താണ് ഈ സിനിമ നമുക്ക് സമൂഹത്തിന് കൊടുത്ത ഒരു എന്താ പറയുക കണ്ടന്റ്, നല്ലൊരു കണ്ടന്റ് ഉള്ള മൂവി കൂടിയാണ്. പുതിയ സമൂഹത്തിന് തലമുറയ്ക്ക് നല്ലൊരു കണ്ടന്റ് ഉള്ള മൂവി കൂടിയാണ്. ലാലേട്ടന്റെ ആരാധകർക്ക് എത്രമാത്രം ഇത് 100% നല്ല ഇഷ്ടമായി? നല്ല പടമാണ്. ശരിക്കും അനശ്വരയുടെ പ്രകടനം അങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ, പ്രൂവ് ചെയ്തു. ഓക്കെ, താങ്ക് യു. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ലാലേട്ടൻ്റെ മൂവി ഇപ്പോൾ ഇന്ന്? അത് പറയാതിരിക്കുമ്പോൾ വാക്കുകളൊന്നും കിട്ടുന്നില്ല. നമ്മൾ ഭയങ്കര ഒരു പ്രത്യേക ഒരു ബെസ്റ്റ് മൊമെൻറ്റിലാണ്. അപ്പോൾ എല്ലാവരും തന്നെ വരൂ, കാണൂ, കണ്ട മൊമെൻറ്റ്സൊക്കെ നിങ്ങൾ വിറ്റ്നസ് ചെയ്യൂ. ആ ഒരു സന്തോഷത്തോടുകൂടി തന്നെ തിയേറ്ററിൽ വിട്ട് നമുക്ക് എല്ലാവർക്കും വരാൻ സാധിക്കും. പ്രത്യേകിച്ച് അദ്ദേഹം വെറുതെ വന്ന് നിന്നാൽ തന്നെ പാസ്സാണ്. പിന്നെ സിനിമ വേറൊരു ലെവലാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന എല്ലാ പ്രേക്ഷകരെയും സാറ്റിസ്ഫൈ ചെയ്യിക്കുന്ന നല്ലൊരു സിനിമയാണ്. ഇതിൻ്റെ ഭാഗമാകാൻ കഴിയുന്നത് എല്ലാവരും. ഈ സിനിമ കണ്ടതിന് ശേഷം ഇനിയുള്ള കോർട്ട് റൂം ഡ്രാമ, ഒരു ഇമോഷണൽ ഡ്രാമ എന്ന് പറയുന്ന ആ ഒരു ടാഗ് ലൈനിൽ എത്രത്തോളം ജനങ്ങൾക്ക് ഇപ്പം ഒരു ഇമോഷൻ സൈഡ് കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? അല്ല, നമ്മളിതിന് ത്രൂ ഔട്ട് നമ്മളിത് ഇൻവോൾവ് ആയിരുന്നല്ലോ സിനിമയിൽ, ലൈക്ക് ഷൂട്ടിംഗ് സമയത്ത്. അപ്പോൾ നമുക്ക് അന്നേ ഇത് അറിയായിരുന്നു ഈ ആശയം. ഇപ്പൊ നേരിട്ട് ആൾക്കാരുടെ കൂടെ ഒരുമിച്ച് കണ്ടപ്പോഴാണ് ലൈക്ക് ഒരുപാട് പേര് വന്ന് പറഞ്ഞു, അവർക്കത് ശരിക്കും കണ്ടറിഞ്ഞാണ് ഇറങ്ങിയത്. അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ ശരിക്കും കണക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് ലൈക്ക് അതിന്റെ ഭാഗമായി ശരിക്കും നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഓക്കെ, ഈ സിനിമയ്ക്ക് ശേഷം ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്ന ഇരകളുടെ മുഖം മൂടി അഴിക്കുന്ന ഒരു പ്രവണത വരണമെന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും.
അങ്ങനെയുള്ളത് നോക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? മ്യൂസിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ്. ലൈക്ക് വിഷ്ണു ശ്യാം എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹം കൂമനിലും അദ്ദേഹമാണ് ചെയ്തത്. ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു സ്പേസിലേക്ക് നമ്മളെ കോടതിയും അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിന്റെ ഒരു സ്പേസിലേക്ക് നമ്മളെ കറക്റ്റായിട്ട് ട്രാവൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം അത് ഒരുക്കിക്കുന്നത്. ഈവൻ ആ സോങ് 2 ദിവസം മുമ്പ് റിലീസ് ചെയ്തിരുന്നു, റൂഹെ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ ഭയങ്കര രസമായിട്ട് അത് പ്ലേസ് ചെയ്തേക്കുന്നത്. തിയേറ്ററിക്കലി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ലൈക്ക് എനിക്കൊന്ന് നല്ലൊരു തിയേറ്ററിൽ എല്ലാവരും പ്രേക്ഷകർ ഇത് കാണുമ്പോഴായിരിക്കും അവർക്ക് അതിൻ്റെ ഒരു ഫീൽ കിട്ടുക. അപ്പോൾ ഡയറക്റ്റ്ലി എല്ലാ മലയാളികളും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ പുറത്തിടണം. മമ്മൂക്കയുടെ ഒരു ആരാധകരോട് എന്താ പറയാനുള്ളത്? ഞാനും മമ്മൂക്കയുടെ ആരാധകരാണ്. എല്ലാവരും അങ്ങനെയല്ലേ? ഇവിടെ എല്ലാവരും ലാൽ സാറിന്റെ മമ്മൂക്കയുടെ ആരാധകരാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വേറെ നല്ല സിനിമേനെ എപ്പോഴും മലയാളികൾ 2 കൈ നീട്ടി സ്വീകരിക്കും. അപ്പോൾ അതിപ്പോൾ ആരുടെ സിനിമയായാലും സിനിമയാണ് ഇവിടെ പ്രധാനം, മലയാള സിനിമയല്ല. രണ്ടും ഒരു വലിയ പില്ലേഴ്സ് ആണല്ലോ മലയാള സിനിമയുടെ. അപ്പോൾ പുള്ളിക്ക് മലയാളത്തിൽ തന്നെ അല്ല എല്ലാ ലാംഗ്വേജസും വലിയ വലിയ പടങ്ങളുള്ള ഭയങ്കര പൊട്ടൻഷ്യലുള്ള ഒരു ഡയറക്ടറാണ് ജിത്തു ജോസഫ്.